സൈഡ് ഡേഞ്ചർ നൈസാണല്ലേ. തലക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്പ്ലോർ വൈഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഗൂഡല്ലൂരിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണാം. ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റോഡിന് കുറച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് വലതുഭാഗത്തേക്ക് റോഡ് കാണാം. എല്ലമല എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. അപ്പൊ നമുക്ക് എല്ലമലയിലെ കാഴ്ചകൾ കാണാം. എല്ലമലയിലേക്കുള്ള റൂട്ടിലൂടെയാണ് പോയി ഗായ്സ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ട് തന്നെ ഒരു രക്ഷയില്ല, അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. ഈ ഒരു ലൊക്കേഷനിലേക്കുള്ള വഴി നമ്മൾ ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റോഡിന് കുറച്ച് പോയി കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് റോഡ് കാണാം. എല്ലമല എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടാവും. ആ റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താം. നമ്മൾ ഈ റോഡിന് കയറുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടുന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് പർപ്പസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് പോകാൻ പറ്റുള്ളൂ. ഇവിടേക്ക് ആദ്യമൊക്കെ ടൂറിസ്റ്റുകൾക്ക് അലൗഡ് ആയിരുന്നു. പിന്നെ അവിടെ ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ടൂറിസ്റ്റുകളെ ഇപ്പോൾ കടത്തി വിടുന്നില്ല. പക്ഷെ ഞങ്ങൾ പോയത് അവിടെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. ആളെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അതും ചെക്ക് പോസ്റ്റിൽ നിന്ന് ആൾക്ക് വിളിച്ച് കോൾ ചെയ്തിട്ടാണ് ഞങ്ങളെ കടത്തി വിട്ടത് അവിടുന്ന്. ഈ ഒരു റൂട്ടിന് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ടീ എസ്റ്റേറ്റ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവ് കാണാം. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണുക. അതുപോലെ നമ്മൾ ഈ റൂട്ടിന് പോകുമ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാം. പിന്നെ ഈ റൂട്ടിലേക്ക് വരുമ്പോഴുള്ള ചെക്ക് പോസ്റ്റും ഇവിടേക്ക് കടത്തിവിടാത്തതിനുള്ള പ്രധാന കാരണം ഈ റൂട്ട് ഭയങ്കര ഡേഞ്ചറായ റൂട്ടാണ്. സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ലൊക്കേഷൻ കൂടിയാണ് ഇത്. രണ്ട് സൈഡും തേയിലയും അതിന് നടുവിലൂടെ പോകുന്ന ഈ ചെറിയ റോഡും കാണാൻ തന്നെ നല്ല മനോഹരമാണ്. ഇവിടേക്ക് നിർത്തി വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു വഴിയിലൊന്നും നിർത്തരുത്, ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് കടത്തി വിട്ടത്. അതുകൊണ്ട് വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. നേരെ പോണം. നേരെ എന്റെയും തിരികൂടാതെ ഇത് കാണുമ്പോഴേ നമ്മളെ വട്ടവടല്ലേ, വട്ടവടന്റെ അതേ ഒരു ഫീലില്ലേ ഈ മറ്റേ മരം കാണുമ്പോ. അവിടെ പൈൻവുഡാണ്, ഇത് മറ്റേ വേറൊരു മരമാണ്. ഇവിടേക്ക് എത്തിയപ്പോ ഫുള്ള് എന്താ ഏലക്കായിന്റെ ഏലത്തോട്ടങ്ങളാണ് ഫുള്ള് ഇവിടെയൊക്കെ അല്ലേ. തേയില കഴിഞ്ഞപ്പോ ഇവിടെ രണ്ട് സൈഡിപ്പോ ഏലത്തോട്ടങ്ങളായി. എല്ലമല വെറുതെ അല്ല, നല്ല ഏലക്കായിന്റെ തോട്ടങ്ങൾ. നല്ല തണുപ്പുണ്ട് ഗായ്സ്, ഒരു രക്ഷയില്ല. നല്ലൊരു ബെസ്റ്റ് റൂട്ട് തന്നെയാണിത്. പക്ഷെ അലൗഡ് അല്ല അധികം എല്ലാവർക്കും, അതാണ് പ്രശ്നം. എന്ത് പർപ്പസ് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് ഇതായിട്ട് ഇപ്പൊ കയറ്റി വിടില്ല. അവിടെ നിന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നതിന് ശേഷം കയറ്റി വിടുന്നില്ല. നല്ല അടിപൊളി വ്യൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ സുഖം അല്ലേ, ചോൽക്ക് വെറുത്തിട്ടുണ്ടാവും കേട്ടോ. കൈസിപ്പി കാണുന്ന ഒരു വീടും ബ്രിട്ടീഷുകാർ പണിതാണ് അത്രേ.
അമ്പുണ്ടോ? അല്ല അമ്പ കണ്ടില്ല. ഈ കാണുന്നതും ഇവിടുത്തെ ഒരു ടീ എസ്റ്റേറ്റ് ആണ്. പക്ഷെ ഇപ്പോൾ ഇത് ഉപയോഗശൂന്യമായി കിടക്കാണ്. ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു ഭംഗിയാണ് ഗായ്സ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ഈ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുക. അതൊരിക്കലും നഷ്ടാവൂല. ഈ ഒരു വരവ് നിങ്ങൾ ഒരു വട്ടം വന്നാലും നഷ്ടാവൂല. വീണ്ടും വരാൻ തോന്നും. അത്രയും നല്ല കാഴ്ചകളാണ് ഈ റൂട്ടില്. പഴയ ട്രാക്ടറാണ് ഗായ്സ് ഈ കാണുന്നത്. ഇതിലിപ്പോ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട സ്ഥലങ്ങൾ മാത്രമല്ല, ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മഴ കാരണം വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. കുറെ സ്ഥലങ്ങൾ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറെ ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോ ഈ ഒരു വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് റോഡിന് പോകുന്നത്. ഇവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട്. ബംഗ്ലാവിന്റെ അവിടേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. അവിടെ ചോദിച്ചേക്ക് പറഞ്ഞത് നല്ലൊരു വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റിയില്ല. എന്തായാലും ഇവിടേക്ക് പോകുന്ന ഈ വഴികൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാ. നമ്മൾ ആ കോൺക്രീറ്റ് റോഡിന് പോകുന്ന കുറച്ച് കഴിഞ്ഞേക്ക് വീണ്ടും വലത് ഭാഗത്തേക്ക് ഒരു മണ്ണിട്ട വഴി, ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയാണ്. ഈ വഴി കൂടെയാണ് നമുക്ക് ബ്രിട്ടീഷ് ബംഗ്ലാവ് കാണാൻ പോകേണ്ടത്. അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അതാണ് ബംഗ്ലാവ്. അവിടെ അതാകണോ അവിടെ കാണുന്നത്. ഞാൻ ഉദ്ദേശിച്ച ബംഗ്ലാവ് ഇതൊന്നും അല്ല. ഒന്നിനെ കിട്ടിയില്ല. ഒന്നിനെ പൊന്തിച്ചാലേ കുച്ചി ലെഫ്റ്റ് എടുക്കേ. ലെഫ്റ്റ് ഹീറോ പോയോ കണക്ക്. ഹീറോ അവരിട്ടോ അത് വേറെ മരയിട്ട് കാണും. എണ്ണ എത്ര കേട്ടുണ്ട്? നല്ല കേട്ടോ. മെല്ലേന്ന് പറഞ്ഞത് അതിനാണ്. ഇപ്പൊ നേരെ അടിക്കണം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ആ ദൗത്യം ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോന്നു. കാരണം വണ്ടിന്റെ വീല് ഫുൾ അവിടെ കടന്ന് കറങ്ങാണ്. ആ റൂട്ടിൽ ജീപ്പും അങ്ങനത്തെ വണ്ടികൾ മാത്രമേ പോകണുള്ളൂ. ബൈക്ക്, സ്കൂട്ടി അടക്കം പോകണില്ല. വീല് കടന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ചോദിച്ചേക്ക് കറക്റ്റ് റൂട്ട് അത് തന്നെയാണ്. ഞങ്ങൾ റൂട്ട് തെറ്റിക്കുന്ന രീതിയിലാണ് തിരിച്ചു പോകുന്നത്. പിന്നെ വണ്ടിന്റെ വീല് കടന്ന് കറങ്ങുകയും ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ റൂട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത്. പക്ഷെ ചോദിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾ പോയത് കറക്റ്റ് റൂട്ട് തന്നെയാണ്. കറക്റ്റ് ആ ബംഗ്ലാവിക്കാണ് ആ വഴി പോണത്.
ഞങ്ങൾ വണ്ടി തിരിച്ച് നേരെ നാട്ടിലേക്കാണ് വന്നത്. കാരണം സമയം 4 മണി കഴിഞ്ഞിരുന്നു. അധികം ഇരുട്ടായി കഴിഞ്ഞാൽ കാട്ടാനും മറ്റൊക്കെ ഇറങ്ങും. അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് നാട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചു. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു വട്ടം കൂടി എന്തായാലും ഈ ഒരു ലൊക്കേഷനിലേക്ക്, ഈ എല്ലമലയിലേക്ക് എന്തായാലും പോകണം. ഒരു വട്ടം കൂടെ ഇവിടെ മാത്രം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഇവിടേക്ക് എത്തണം. രാവിലെങ്കിലും ഇവിടെ എത്തിയാലേ നമുക്ക് ഇവിടെ ഫുള്ള് കറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ഏരിയ നമുക്ക് ഇവിടെ കറങ്ങാണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എത്തിയാലുള്ളൂ ഫുള്ള് കണ്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ റൂട്ടിൽ കയറുമ്പോൾ ബ്രിട്ടീഷ് ബംഗ്ലാവും അതുപോലെ തന്നെ ടി എസ്റ്റേറ്റുകളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ കുറേ വഴി തെറ്റി. പിന്നെ സമയം കഴിഞ്ഞുകൊണ്ട് 4 മണി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. എന്നാൽ ഞങ്ങൾക്ക് തീരെ നിരാശയല്ല. കാരണം അത്രയും മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പോയ റൂട്ട് തന്നെ അത്രയും മനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടത്. അതിന് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ടില്ലെങ്കിലും ഈ ടി എസ്റ്റേറ്റും ബ്രിട്ടീഷ് ബംഗ്ലാവൊന്നും കണ്ടിട്ടില്ലെങ്കിലും തീരെ നിരാശയല്ല. പക്ഷേ അത് കാണാനായിട്ട് ഞങ്ങൾ ഒരു ദിവസം വരും, എന്തായാലും വരും. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഈ ഒരു സ്ഥലവും അതിന്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നത് ഇവിടെ ഗൂഡല്ലൂരിലെ ബഷീർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി പറയാണ്. കാരണം ഇത്രയും മനോഹരമായ സ്ഥലം പറഞ്ഞു തന്നതിന്. അദ്ദേഹത്തിന്റെ കട ഗൂഡല്ലൂർ ടൗണിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ പിന്നാലെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിയപ്പോൾ വിളിച്ചു. അപ്പോൾ അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കോള് പോയില്ല. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കറക്റ്റ് ഞങ്ങൾ ബ്രിട്ടീഷ് ബംഗ്ലാവും അതുപോലെ ടി എസ്റ്റേറ്റും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു എല്ലമലയിലേക്കായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് അദ്ദേഹത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.